ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്കൊരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനങ്ങൾ 32 8 തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പ്രിയമുള്ളവരുടെ, കർത്താവ് തൻ്റെ മക്കളോട് പറയുകയാണ്, കർത്താവ് നമ്മളെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. അപ്പോൾ കർത്താവ് പറയുക, നമ്മളെ കർത്താവ് നടക്കേണ്ടുന്ന വഴിയിൽ നടത്തും. അപ്പോൾ നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടൊരാഗ്രഹങ്ങളുണ്ട്, സ്വന്തമായ താല്പര്യങ്ങളുണ്ട്. നമ്മൾ നടക്കേണ്ട ജീവിത രീതികളെക്കുറിച്ച് നമുക്കൊരാഗ്രഹങ്ങളുണ്ട്. എന്നാൽ അതുപോലെയല്ല, പകരം ഇവിടെ പറയാണ്, കർത്താവ് നമ്മൾ നടക്കേണ്ടുന്ന വഴി, നമ്മൾ നടക്കുന്ന വഴിയിലൂടെ കർത്താവ് നമ്മൾ നടത്തുകയല്ല, നടക്കേണ്ടുന്ന വഴിയിലൂടെ കർത്താവ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ നടക്കേണ്ട വഴി ഏതാണെന്ന് നമ്മളെക്കാൾ നിശ്ചയമുള്ളത് കർത്താവിനാണ്. അതിനു വേണ്ടി കർത്താവ് പറയുക, അതിനുവേണ്ടി നമ്മളെ കർത്താവ് ഉപദേശിക്കും. കർത്താവ് നമ്മളെ ഉപദേശിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ വച്ചിട്ടുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മളെ ഉപദേശിക്കും. നമ്മളങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അതിലേ പോകരുത്, അങ്ങനെ ആകരുത് എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും ഉപദേശിച്ച് നമ്മൾ നടക്കേണ്ടുന്ന വഴി, നമ്മുടെ എന്തിനാണ് കർത്താവ് അങ്ങനെ നടക്കേണ്ടുന്ന വഴിയിൽ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ ആഗ്രഹം നമ്മളേറ്റവും സക്സസ് ആകണമെന്നാണ്, നമ്മളേറ്റവും അനുഗ്രഹിക്കപ്പെടണമെന്നാണ്, നമ്മളേറ്റവും ഉയർച്ച പ്രാപിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി കർത്താവ് പറയുകയാണ്, കർത്താവ് നമ്മളെ ഉപദേശിച്ച് നമ്മൾ നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. മാത്രമല്ല, കർത്താവ് പറയുക, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ കർത്താവ് നമ്മുടെ മേൽ കർത്താവിൻ്റെ ദൃഷ്ടി വെച്ചേക്കുക. കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേലിങ്ങനെ എപ്പോഴും ഉണ്ട്. നമ്മുടെ മേൽ കർത്താവ് നോക്കുന്നത് ഒരു പോലീസുകാരൻ ഒരു കുറ്റവാളിയെ നോക്കുന്നത് പോലെയല്ല, ഒരു അധ്യാപകൻ വിദ്യാർത്ഥി വഴക്കുണ്ടാക്കുന്നുണ്ടോ, അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് പോലെയല്ല കർത്താവ് നമ്മളെ നോക്കുന്നത്. പകരം കർത്താവ് നമ്മളെ നോക്കുന്നത് ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ, ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ, നമ്മൾ വഴിതെറ്റിപ്പോകാതെ, നമ്മൾക്ക് ഒരു ദോഷവും സംഭവിക്കാതെ, അങ്ങനെ കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ്. അതിനു വേണ്ടിയാണ് കർത്താവ് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് കർത്താവ് നമ്മളെ നടത്തുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, നമ്മളൊരു ജോലിക്ക് വേണ്ടി പോകുമ്പോൾ, നമ്മളൊരാവശ്യവുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമ്മളെ നോക്കി നമ്മളെതിരെയാണ് പോകേണ്ടത്, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം ഏറ്റവും സക്സസ് ആയി തീരാൻ, ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ, അതിന് നമ്മൾ എങ്ങനെ പോകണം, അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് കർത്താവ് നമുക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ്, ഞങ്ങൾ ഇന്ന് രാവിലെ ഇന്ന കാര്യത്തിന് വേണ്ടി ഇറങ്ങുക, കർത്താവ് നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, കർത്താവിൻ്റെ സാന്നിധ്യം എന്നെ നടത്തണം, കർത്താവ് അങ്ങ് ആലോചന പറഞ്ഞു തരണം, അങ്ങയുടെ ആലോചന പ്രകാരം നടക്കാൻ എന്നെ സഹായിക്കണം എന്ന് നമുക്കൊന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് ആരംഭിക്കാം. അതാണ് ഏറ്റവും സക്സസ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. പ്രിയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇറങ്ങുക, ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടതുണ്ട്. അതിലൊക്കെ ഏറ്റവും സക്സസ് ആയി തീരാൻ അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെയും ആഗ്രഹം അതാണ് കർത്താവെ. അപ്പോൾ അത് ഏറ്റവും നന്നായി ചെയ്യാൻ അങ്ങ് ഞങ്ങൾക്ക് കർത്താവെ ആലോചന പറഞ്ഞു തരണം. അവിടുത്തെ ആലോചന പ്രകാരം ജീവിക്കാനും അവിടുത്തെ ആലോചന പ്രകാരം നടക്കാനും ഒക്കെ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ആലോചന കേട്ട് നടക്കാം. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ഇന്ന് ആയിത്തീരട്ടെ.